Magic morning to all. Magic morning. Magic morning. Magic morning. Magic morning. Magic morning. ഇന്ന് ബിമാജിക്കിന്റെ 2169 ദിനമാണ്. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഇന്ന് നടക്കുന്ന മോർണിംഗ് സെഷനിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും ഹിപ്നോട്ടിക് കൗൺസിലറുമായ പ്രീത സജിത്താണ് ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നത്. സോ ഐ ആം വെൽക്കമിങ് പ്രീത മാം ടു ദിസ് സെഷൻ. വെൽക്കം മാം. Thank you. Thank you, ma'am. Audible ആണോ? അതെ 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 അതെ. Good morning. Good morning. Good Good morning. morning. Good morning. Good morning. Morning, ma'am. Oh, good morning. Good morning. നമ്മള് ഇമോഷണൽ ഇന്റലിജൻസ് എന്നാണ് നമ്മള് ഇന്ന് ലിസനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്നലെ രാത്രി ഉറങ്ങി ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നമുക്ക് രാവിലെ എണീറ്റ ഉടനെ എന്തായിരുന്നു നമ്മുടെ ഫീലിംഗ് എന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? മീൻസ് ഒരു ഫീലിംഗും തോന്നിയില്ലേ? ഹാപ്പി ആയിരുന്നു, സാഡ് ആയിരുന്നു, എന്തായിരുന്നു തോന്നിയിരുന്നത് എണീറ്റ ഉടനെ? Happy ആയിരുന്നു. Still alive. ഹാപ്പി ആയിട്ടാണ് തോന്നിയത്. ഓക്കെ, അപ്പൊ നമ്മള് ഓരോ ദിവസവും നമുക്കറിയാം ഈ ഒരു സ്ലീപ്പിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു മൃത്യുവാണ്. അപ്പൊ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ വരുന്ന ആ ഒരു ഫീലിംഗ് ചിലപ്പോൾ നമുക്ക് ഹാപ്പി ആവാം, ചിലപ്പോൾ സാഡ് ആവാം, ചിലപ്പോൾ ഒരു ഫീലിംഗും തോന്നാതിരിക്കാം. അപ്പൊ നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ഇമോഷൻ കടന്നു പോകുന്നതെന്ന്. അപ്പൊ എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടോ? ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമ്മുടെ വികാരങ്ങളെ തിരിച്ചറിഞ്ഞതിനെ കൺട്രോൾ ചെയ്യുക ആണോ? അതെ അതെ അതെ. നമ്മുടെ ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. നമ്മുടെ ഫീലിങ്സ് മാത്രമല്ല, മറ്റുള്ള ആളുകളുടെ ഫീലിങ്സും കൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഇമോഷണലി ഇന്റലിജന്റ് ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ അത് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ ഇമോഷണലി ഇന്റലിജന്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതിൽ നമുക്കൊരു ചെറിയ കാര്യത്തിനാണെങ്കിൽ പോലും ദേഷ്യം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇമോഷണൽ ഇന്റലിജന്റ് അല്ല. കാരണം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, നമുക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുക, അതുപോലെ മറ്റുള്ളവരെ നമ്മൾ മോശമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാം, അതുപോലെ അല്ലെങ്കിൽ എന്ത് ചെറിയ ഒരു പ്രശ്നം വന്നാലും അത് മറ്റുള്ളവരിലേക്ക് മറ്റുള്ള ആളുകളാണ് അത് ചെയ്തത്, അല്ലെങ്കിൽ അവർ കാരണമാണ് എനിക്ക് ഇങ്ങനെ വന്നത് എന്ന് നമ്മൾ പെട്ടെന്ന് മറ്റൊരാളിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യില്ലേ, അങ്ങനെ വരിക. അതുപോലെ ദേഷ്യം, അല്ലെങ്കിൽ ദേഷ്യമുള്ള ആളുകളൊക്കെ നല്ലതാണ്, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ ദേഷ്യം വന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ മറ്റുള്ളവരിലേക്കും എന്ത് ചെയ്യുക, അവരങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്കിങ്ങനെ ദേഷ്യം വന്നു, അങ്ങനെയൊക്കെ നമ്മൾ ഓരോ റീസൺസ് പറയുന്ന ആളുകൾ ഉണ്ടാവുക. അതുപോലെ അവർക്ക് എപ്പോഴും ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ്, കാരണം എന്ത് കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ, അതായത് സ്വയം ആയിട്ട് ആ വ്യക്തിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അവിടെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റലിജൻസ് ഇല്ല എന്നല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ല എന്നതാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മുടെ ഒരു ഫീലിംഗ്, ഇപ്പൊ എനിക്ക് സാഡാണ് തോന്നിയിട്ടുള്ളതെങ്കിൽ അത് സാഡാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് ആ സ്പോട്ടിൽ അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡിൽ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ എന്ന് പറയുന്നത്. കാരണം എൻ്റെ ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ എനിക്ക് വരുന്ന ചിലപ്പോൾ ആങ്കർ ആയിരിക്കാം, ചിലപ്പോൾ സാഡ് ആയിരിക്കാം, ചിലപ്പോൾ മറ്റുള്ളവരുടെ ഏതെങ്കിലും ഒരു വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ആ ഒരു ഫീലിംഗ് ഞാൻ എന്നിൽ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഉള്ള പെർഫെക്റ്റ് വ്യക്തിയാണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഞാൻ
കരയുന്നത് എപ്പോഴായിരിക്കും? നമ്മൾ ഒരു വിഷമം വരുമ്പോഴോ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ നോവിക്കുമ്പോൾ, അല്ലെങ്കിൽ ചെറുതായിട്ട് അവരെന്തെങ്കിലും പറയുമ്പോൾ ഒരു വാക്കായിരിക്കും ചിലപ്പോൾ നമ്മുടെ ബ്രെയിനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും. അത് എന്നെ കുറിച്ചാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തുണ്ടാവും? അതായത് EI ഉണ്ട്. എന്നാൽ ഈ EI കുറവുള്ള, ഇപ്പൊ നമുക്ക് ഇമോഷണൽ ക്വോഷ്യൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ ഓരോ ഘട്ടം, അതായത് നമ്മുടെ ലൈഫിന്റെ ഓരോ ഘട്ടങ്ങൾ കടന്നു പോകുമ്പോഴും നമുക്ക് EQ കുറയാറുണ്ട്. ആളുകളെ ഇപ്പൊ ഉള്ള ആ ഒരു EQ നമുക്കില്ലാതെ കുറഞ്ഞു വരും. അങ്ങനെയാകുമ്പോൾ നമുക്കറിയാം, ഒരുപാട് ചില ആളുകൾ, നല്ല ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ, പെട്ടെന്ന് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ചെറിയ കാര്യങ്ങൾ അവർക്ക് സന്തോഷിക്കാൻ പറ്റാതിരിക്കുക. അതുപോലെ ചെറിയൊരു കുട്ടികളുടെ ഡിസ്റ്റർബൻസ് പോലും അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക. അങ്ങനെ വരുന്നുണ്ടല്ലോ. പണ്ടുണ്ടായിരുന്ന സന്തോഷങ്ങളിൽ പങ്കെടുക്കാൻ മടി വരിക. അങ്ങനെ എല്ലാത്തിനും ബാക്കോട്ട് നിൽക്കുമ്പോൾ നമുക്ക് കുറഞ്ഞു പോവുക ചെയ്യുന്നത്. പക്ഷെ എല്ലാത്തിലും അപ്പൊ എപ്പോഴും നമ്മളെ എന്ത് ചെയ്യണം? ഒരു EI അല്ലെങ്കിൽ EQ നിലനിർത്തിക്കൊണ്ട് പോകാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഏറ്റവും ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിൽ സന്തോഷം കണ്ടെത്തണം. ഇനി നമുക്ക് നമ്മുടെ EI ചെക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക, EI എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരിക, അതാണ് നമുക്കിന്ന് മെയിൻ ആയിട്ട്. കാരണം നമ്മൾ ഇതൊന്നും എന്താ എന്ന് പഠിച്ചിട്ട് അല്ല, ഇത് എങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിൽ ചെയ്യാം, അപ്ലൈ ചെയ്യാം, അതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് ആദ്യം നമുക്ക് EI നമ്മുടെ ലൈഫിൽ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ EI പെർഫെക്റ്റഡ് ആണ്, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു EIയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമുക്ക് അറിയണമെങ്കിൽ, ആദ്യം നമുക്ക് നമ്മുടെ സെൽഫ് അവയർനെസ് വേണം. നമ്മളുടെ ആ ഒരു ഫീലിംഗ്, ഇപ്പോൾ നമ്മളിപ്പോൾ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോഴാണെങ്കിൽ, നമ്മുടെ ഫാമിലിയിലാണെങ്കിൽ എപ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കണം എന്നില്ല. ചില സമയങ്ങളിൽ നമുക്ക് ദേഷ്യം വരും, ചിലപ്പോൾ നമുക്ക് സങ്കടങ്ങൾ വരും, അല്ലെങ്കിൽ മറ്റ് എന്തൊക്കെയോ, ചിലപ്പോൾ ഒരു ഫീലിംഗും ഇല്ലാത്ത ഒരു സ്റ്റേജിലേക്കൊക്കെ നമ്മൾ വരും. അപ്പൊ അത്തരം കേസിൽ നമ്മുടെ കണ്ടീഷൻസ്, നമ്മൾ ഏതൊരു ഏരിയയിലാണെങ്കിൽ ഏതാണ് നമ്മുടെ ആ ഒരു കണ്ടീഷൻസ്, അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. നമുക്കൊരു അവയർനെസ് ഉണ്ടാവണം നമ്മളെ കുറിച്ച്. എനിക്ക് ദേഷ്യമാണ് വരുന്നത്, എപ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്, അല്ലെങ്കിൽ ദേഷ്യത്തിന്റെ ആ ഒരു ഘട്ടം എത്ര വരെ പോകുന്നുണ്ട്, ഇത് നമ്മൾ എപ്പോഴും തിരിച്ചറിയാൻ കഴിയണം. അപ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന സമയങ്ങളിൽ നമുക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് എന്ന് നമുക്ക് ചെയ്യണം. ആ സമയത്ത് നമ്മൾ അത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയണം. അതൊരിക്കലും ഇപ്പോൾ വേറൊരാൾ കാരണമായിരിക്കും നമുക്ക് ദേഷ്യം വരിക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രവൃത്തി കണ്ടത് കൊണ്ടായിരിക്കാം നമുക്ക് ദേഷ്യം വരുന്നുണ്ടാവും. പക്ഷെ ആ പ്രവൃത്തി കണ്ട നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് കണ്ടപ്പോഴാണ് എന്നുള്ളത് നമുക്ക് ആ ഒരു ദേഷ്യത്തിന്റെ ആ ഒരു പോയിന്റ് നമുക്ക് എപ്പോഴും ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണം. പക്ഷെ എപ്പോഴും ഒന്നും സാധിക്കില്ല. കാരണം ഒരു നോർമൽ വ്യക്തിയെ സംബന്ധിച്ച്, നമ്മളെ സഡൻ ദേഷ്യം വരുന്ന ഒരാളെ സംബന്ധിച്ച് പക്ഷെ സഡൻ ദേഷ്യം വരിക എന്നുള്ളത്, ചിലർ പറയും ദേഷ്യമുള്ള ആളുകൾ ഭയങ്കര സ്നേഹമുള്ള ആളുകളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷെ അതങ്ങനെയല്ല. അത് EI കുറവുള്ള ആളുകളാണ് ഓവറായിട്ട് ദേഷ്യം വന്നിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്ന അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ. പക്ഷെ അവര് പാവങ്ങളാണ്, അവർ ഭയങ്കര സ്നേഹമെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അത് തെറ്റാണ് കേട്ടോ. അത് പിന്നെ സ്നേഹമൊക്കെ ഉണ്ടാവുമായിരിക്കും അയാൾക്ക്, പക്ഷെ അയാൾക്ക് EI കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ EI നോർമൽ അല്ലാത്ത വ്യക്തികളാണ് അങ്ങനെ വരുന്നത്, കാരണം ദേഷ്യം കൂടുതൽ വരുന്നത്. പിന്നെ ഞാൻ എപ്പോഴും ഹാപ്പി ആവും, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് എനിക്ക് സാഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് നമ്മളെ കുറിച്ച് നമുക്കൊരു അവയർനെസ് എപ്പോഴും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു തിരിച്ചറിയുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ നമുക്ക് വരുന്ന ആ ഒരു സമയം, ദേഷ്യം വരുന്നത് എപ്പോഴാണോ ആ ഒരു സമയം, ആ സ്പോട്ടിൽ നമ്മൾ അറിയാൻ പറ്റണം. അതുപോലെ തന്നെ അത് അറിഞ്ഞാൽ മാത്രം പോരാ, ആ സ്പോട്ടിൽ നമുക്കത് സെൽഫ് കൺട്രോൾ ചെയ്യാനും അറിഞ്ഞിരിക്കണം. എങ്ങനെയാണത് സെൽഫ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത്? നമുക്കറിയാം, നമുക്ക് ദേഷ്യം വരുന്ന ഒരു സന്ദർഭം, അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് ദേഷ്യം വരുന്ന സമയത്ത് നമുക്ക് ഡീപ്പ് ബ്രീത്ത് എടുക്കാം. ആ ഡീപ്പ് ബ്രീത്ത്, കാരണം അത് ആ EI നമ്മൾ സ്ട്രോങ് ആക്കുമ്പോഴാണ് ആ ഡീപ്പ് ബ്രീത്ത്, അല്ലെങ്കിൽ നമുക്ക് ഡീപ്പ് ബ്രീത്ത് എടുക്കാനൊന്നും തോന്നില്ല. അപ്പൊ നമുക്ക് തിരിച്ചെന്തെങ്കിലും പറയാനാണ് തോന്നുന്നത്. പക്ഷെ ആ ഒരു കൺട്രോളബിൾ ആക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ EI കൂടുതലുള്ള ആളായി നമ്മൾ ഡെവലപ്പ് ആവണമെങ്കിൽ, ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഡീപ്പ് ബ്രീത്ത്, നമുക്ക് 1, 2, 3 തവണ ബ്രീത്ത് എടുക്കുക. അപ്പൊ നമ്മൾ ആ ബ്രീത്ത് എടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ഓപ്പോസിറ്റ് വ്യക്തിക്ക് എന്തായാലും മനസ്സിലാവും നമ്മൾ ആ എടുക്കുന്ന സമയം. അപ്പൊ അയാളും ഒന്ന് കാമാവും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന പിന്നെ കൗണ്ടിങ്.
നമുക്ക് 1 to 10 നമ്മൾ കുട്ടികളോടൊക്കെ പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് നന്നായിട്ട് ദേഷ്യം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതൊരു ഏജിലും നമുക്ക് ഉപയോഗിക്കാവുന്ന കാര്യം, നമുക്ക് നന്നായിട്ട് ദേഷ്യം വരുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ നമുക്ക് 1 to 10 വരെ കൗണ്ട് ചെയ്യാം. പക്ഷെ അത് റിപ്പീറ്റ് ചെയ്ത് തന്നെ 1 to 10 കഴിഞ്ഞാൽ വീണ്ടും 10 to 1 വരെ വീണ്ടും എണ്ണണം. കാരണം ആ എണ്ണുന്ന സമയം നമുക്കറിയാം ഈ 1 to 10 എണ്ണ അതുപോലെ തിരിച്ചിങ്ങോട്ടേക്ക് വരില്ല, റിവേഴ്സ് ആ സമയത്ത് റിവേഴ്സ് വരും. അതോടുകൂടി നമ്മൾ കൂളാവും, കുറച്ചും കൂടെ കാമായിട്ട് മാറും എന്നാണ് പറയുന്നത്. നമ്മളിനി പ്രയോഗിച്ച് നോക്കാം. നമുക്ക് ദേഷ്യം വരുന്ന ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ നമ്മളെ ബാധിക്കാത്ത, അല്ലെങ്കിൽ നമ്മളെ പേഴ്സണലി അഫക്റ്റ് ചെയ്യാത്ത ഒന്നിനോടും നമുക്ക് ദേഷ്യം തോന്നേണ്ട ആവശ്യമില്ല. നമ്മൾ ദേഷ്യം തോന്നുമ്പോൾ നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തിനെയൊക്കെ അത് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളെ അത് ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചില ആളുകൾ അങ്ങനെയുണ്ടല്ലോ, കാരണം പുറത്തുള്ള ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് ദേഷ്യം വരുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മളെ ബാധിക്കാത്തതാണെങ്കിൽ നമ്മൾ അവിടെ ആ ദേഷ്യം അല്ലെങ്കിൽ ആങ്കർ എന്ന് പറയണ ആ ഒരു ഫീലിങ്സ് എടുക്കേണ്ട ആവശ്യം ഇല്ല. അതുപോലെ തന്നെ നമുക്കിനിപ്പോ അത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഒരു ദേഷ്യമുള്ള ഒരു സിറ്റുവേഷൻ, ദേഷ്യം വരേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രോബ്ലം സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, മാറി നടത്താം. കാരണം നമുക്ക് വേണ്ട, അപ്പൊ നമുക്ക് അതിന് എന്ത് ചെയ്യാം, അത് അവിടെ നിർത്തി നമുക്ക് അപ്പുറത്തേക്ക് മാറിപ്പോകാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ നമുക്ക് അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെൽഫ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുള്ളൂ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ദേഷ്യം വന്ന് നിൽക്കുകയാണ്, എനിക്ക് ഇതിൽ ആ മാറ്റം ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്ക് അതിനെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ജസ്റ്റ് നമ്മൾ നടന്നു പോവുകയാണെങ്കിലും എപ്പോഴും നമ്മളെ കുറിച്ച് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക, നമുക്ക് എന്താണ് ആ ഒരു ഫീലിംഗ് ഉള്ളത്. മോർണിംഗിൽ ചില ദിവസം നമ്മൾ രാത്രി ഉറങ്ങുന്നത് ഏത് സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടാണോ അതിന് രാവിലെ വരുമ്പോൾ നമുക്കറിയാം. പിന്നെ എണീക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഫീലിങ്ങും തോന്നില്ല, ചില ദിവസം നമ്മൾ ഒന്നും ചെയ്യാനുള്ള ഒരു മൂഡില്ല, അങ്ങനെയൊക്കെ തോന്നും. നമുക്ക് നോ ഫീലിംഗ് സിറ്റുവേഷൻ വരും. നോ ഫീലിംഗ് അല്ല അത്, പക്ഷെ എന്നാൽ പോലും ഒരു നോ ഫീലിംഗ് സിറ്റുവേഷൻ നമുക്ക് വരാം. അപ്പൊ അവയർനെസ് നമ്മളെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ ആ അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെൽഫ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് അവയർനെസ് ഉണ്ടാവുകയാണ്. എനിക്ക് ഏത് ഫീലിംഗ് ആണ് വരുന്നത് എന്നതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് നമുക്ക് അവയർനെസ് ഉണ്ടായിരിക്കും. പക്ഷെ ഈ ഒന്നും കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ അങ്ങനെ പ്രോപ്പറായിട്ട് ഒട്ടും ഇത് സാധിക്കാത്ത ആളുകൾ നമുക്കറിയാം, പലതരം പേഴ്സണാലിറ്റി ഡിസോർഡറുകളുള്ള ആളുകളൊക്കെയാണ് കൂടുതലായിട്ടും നമുക്ക് ഈ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളുകൾ. കാരണം നമ്മൾ പല കേട്ടിട്ടുണ്ടാകും, പേഴ്സണാലിറ്റി ബേസിലൊക്കെ പല അസുഖങ്ങളുണ്ടാകും. നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി, ടോക്സിക് ക്യാരക്ടർ ആണ് എന്നൊക്കെ പറയില്ലേ. അപ്പൊ ആ ക്യാരക്ടർക്ക് വരുന്നത് തന്നെ നമ്മുടെ ഈ ഒരു വളരെ കുറവായിരിക്കും. ഒരു ചെറിയ കാര്യത്തിൽ ദേഷ്യപ്പെടാൻ, മറ്റുള്ളവരോട് ആ ദേഷ്യം വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് തീരെ അവർക്ക് ഒട്ടും അവരെ കൺട്രോൾ ചെയ്യാൻ വരാത്ത, അല്ലെങ്കിൽ തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് ആ ഒരു റേഞ്ചിലേക്ക് അങ്ങനെ പോകുന്നത്. അതിന് ഇൻബോൺ ക്യാരക്ടർ ഉണ്ട് കേട്ടോ. അതായത് ഇൻബോൺ ആയിട്ട് അവർക്ക് ജനറ്റിക് ആയിട്ട് കിട്ടുന്ന കുറെ കാര്യങ്ങളും ഉണ്ട്, അങ്ങനെയാണ് ആ ഒരു പേഴ്സണാലിറ്റി വരിക. പക്ഷെ എന്നാൽ പോലും അവർക്ക് അവരുടെ വികാരങ്ങൾ കൺട്രോൾ ചെയ്തിട്ട് നിർത്താൻ പറ്റുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് അവരെ കൂളായിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞു, അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെൽഫ് കൺട്രോൾ ചെയ്യാനും സാധിക്കൂ. പിന്നെ ഇത്ര വലിയ ദേഷ്യമാണെങ്കിലും നമ്മൾ മൈൻഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കുറയ്ക്കാൻ സാധിക്കും. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടാണ് നമ്മുടെ ചിന്ത വരുന്നത്. എനിക്ക് ദേഷ്യം വരുന്ന ഒരു സിറ്റുവേഷനിലും എത്ര ദേഷ്യം വരുന്ന സിറ്റുവേഷനിലും എനിക്ക് ആ ദേഷ്യം വേണ്ട എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ മീൻസ് ഇങ്ങനെ പറയില്ലേ, അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു സ്മൈലി ബോള് അറിയാമല്ലോ. അപ്പം നമുക്ക് ആ ഒരു ദേഷ്യം വരുന്ന സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന ബോള് വേണമെന്നില്ല, നമുക്കിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓരോ ടെക്നിക്കുകൾ കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ കൗണ്ടിങ് യൂസ് ചെയ്യാം. പിന്നെ ഒന്നെങ്കിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ സംസാരിക്കാണ്ട് നമുക്ക് മാറി പോവാം. അതുപോലെ തന്നെ ബ്രീത്തിങ് എടുക്കാം. ബ്രീത്തിങ് എടുക്കുമ്പോൾ പറഞ്ഞാൽ നമ്മൾ ബ്രീത്ത് എടുക്കുന്നത് കാണുമ്പോൾ ഓപ്പോസിറ്റ് ഉള്ള ആളുകൾക്ക് കാമാവാനുള്ള ഒരു ചാൻസ് കൂടുതലുണ്ട്. പിന്നെ വരുന്നതാണ് നമ്മളെ സെൽഫ് കൺട്രോൾ ചെയ്യുന്ന തന്നെ നമുക്കൊരു മോട്ടിവേഷൻ. നമ്മളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഏറ്റവും കൂടുതൽ നമ്മൾ തന്നെ ഞാൻ പെർഫെക്റ്റ് ആണ്, പക്ഷെ ഈ ഞാൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം ശരിയല്ല. അത് കുറവുണ്ടെങ്കിലാണ് ഈ ഞാൻ മാത്രമാവുക. ഇവിടെ അങ്ങനെയല്ല, നമുക്ക്
നമ്മൾ ചിന്തിക്കുന്ന പോസിറ്റീവ്. എനിക്ക് ദേഷ്യം വരാത്ത ഒരാൾക്ക് ദേഷ്യം വരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാം. എനിക്ക് ദേഷ്യം വരുന്നില്ല എന്ന് നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരില്ല. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ടാർഗറ്റ് ഉണ്ടാവണം, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. ഇപ്പൊ ഏത് സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് എന്നും, അതായത് ചെറിയ ചെറിയ ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ഗോള് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ഇന്നത്തെ ദിവസം ഒരു ഗോൾ ഉണ്ടാവണം, ഇന്നത്തെ ദിവസം ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്, അതെല്ലാം ഞാൻ ചെയ്യണം. മാറ്റി നാളത്തേക്ക് ചിലപ്പോൾ നമ്മൾ മടി പിടിച്ചു വരാം, ഇനിയിപ്പോൾ നാളെ ചെയ്യാം. അങ്ങനെ ചെയ്യാതെ നമുക്ക് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെറിയൊരു കാര്യം ആയിക്കോട്ടെ, ചിലപ്പോൾ ഒരു സാധനം വാങ്ങിക്കാനായിരിക്കും, അതിന് പോവാനുള്ള ഒരു മടിയില്ലാണ്ട് നമ്മൾ അന്ന് തന്നെ അത് എന്ത് ചെയ്യുക, ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ നമ്മൾ എന്തെങ്കിലും ഒരു പോസിറ്റീവ് കാര്യങ്ങൾ നമ്മളായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഒരുപാട്, നമ്മുടെ ബ്രെയിനിന് ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ട് അവിടെ. കാരണം ഞാനത് ചെയ്തു, എന്തൊരു അച്ചീവ്മെന്റ്സ് ആണല്ലോ, എനിക്കത് ചെയ്യാൻ പറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് അതിൽ നമ്മളുടെ ഒരു പോസിറ്റീവ്നെസ് കൂടുന്നുണ്ട്. അപ്പൊ അതുതന്നെ നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം. നമ്മളെ എന്ത് കാര്യം, ചെറിയ കാര്യം ചെയ്താലും നമ്മൾ മൈൻഡ് കൊണ്ട് നമ്മളെ ഒന്ന് അപ്രീസിയേറ്റ് ചെയ്യുക. അതുപോലെ ഇപ്പോ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും, ചിലപ്പോൾ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മളോട് അങ്ങനെ ചെയ്തു നെഗറ്റീവായിട്ടായിട്ടും പറയാം. പക്ഷെ ആ നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ നെഗറ്റീവിന്റെ കൂടെ ചേർന്ന് പറയാതെ നമ്മൾ അതൊരു പോസിറ്റീവ് ആക്കിയിട്ട് എടുക്കുക. അവരത് ചെയ്തോട്ടെ, എനിക്ക് അത് ബുദ്ധിമുട്ടൊന്നുമില്ല, അവരിപ്പോ അങ്ങനെ ചെയ്താലും എനിക്കതൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ നമ്മളെ കൺവേർട്ട് ചെയ്ത് മാറ്റും. കാരണം നമുക്കറിയാം, നമ്മൾ ഓരോ സിറ്റുവേഷൻ നമ്മുടെ കൂടെയുള്ള ആളുകളൊന്നും നമ്മളെ പോസിറ്റീവായിട്ടല്ല എല്ലാ കാര്യങ്ങളെയും ഡീൽ ചെയ്യുക, നെഗറ്റീവായിട്ടായിരിക്കും. ആ നെഗറ്റീവ് സിറ്റുവേഷൻ നമ്മൾ തിരിച്ചറിയാൻ ശ്രദ്ധിക്കാം. പിന്നെ നമുക്കുള്ള മെയിൻ ഇതാണ്, നമുക്ക് എന്തെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് ഒരു മിസ്റ്റേക്ക് വരികയാണെന്ന് വിചാരിക്കുക, എന്തെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടാവും, മിസ്റ്റേക്സ് ഹെൽപ്സ് us ലേൺ. നമ്മൾ ഓരോ തെറ്റിൽ നിന്നാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ നമ്മൾ ആദ്യമൊന്നും നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, നമ്മൾ സാവധാനം മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ. അപ്പോൾ ഓരോ കാര്യം ഓരോ ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ രാവിലെ എണീക്കുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണാടിയിൽ നോക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് പറയാം, ഓക്കെ, എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് നമുക്ക് നമ്മളോട് തന്നെ പറയാൻ പറ്റും. കാരണം നമ്മളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ്. പുറത്തുള്ള ആളുകളൊന്നും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യില്ല, നമ്മൾ മാത്രമേ മോട്ടിവേറ്റ് ചെയ്യുള്ളൂ. വേറെ ആരും നമ്മളോട് എന്നും പറയില്ല നിന്നെ കാണാൻ ഭംഗിയുണ്ടെന്ന് ആരും പറയില്ല. പക്ഷെ അത് പ്രത്യേകമായിട്ട് ചിലപ്പോൾ നമ്മള് ഡ്രസ്സിങ് ഒക്കെ ചെയ്ത് പോണ ദിവസം അത് നന്നായിട്ടുണ്ടെന്ന് പറയുമോ എന്നല്ലാതെ, എങ്ങനെ പോയാലും ഞാൻ നന്നായിട്ടുണ്ടെന്ന് ഞാൻ മാത്രമേ പറയുള്ളൂ. എന്നെ കുറിച്ച് ഞാൻ തന്നെയല്ലേ പറയൂ. അപ്പൊ നമ്മൾ സ്വയം നമ്മളെ പുകഴ്ത്തുന്ന ഒരാളായിരിക്കണം. പക്ഷെ മറ്റുള്ളവരോടല്ല, നമ്മളോട് തന്നെ നമ്മളെ കുറിച്ച് പറയുന്ന ഒരു SP ആവാം നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് എമ്പതി ഉണ്ടായിരിക്കണം. സിമ്പതി അല്ല, എമ്പതി തന്നെ ഉണ്ടായിരിക്കണം. കാരണം മറ്റുള്ളവരെ മനസ്സിലാക്കാൻ. ഇപ്പൊ നമ്മളൊരു ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ നമ്മൾ ഇനി പറയാം, നമുക്ക് ദേഷ്യം വരാം. നമ്മൾ കുട്ടികളോടാണെങ്കിലും ശരി, ഓപ്പോസിറ്റ് പാർട്ട്നേഴ്സിനോടാണെങ്കിലും നമുക്ക് ദേഷ്യം വരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് നമ്മളൊരു വാക്ക് പറഞ്ഞു അത് അവർക്ക് വേദനിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് സോറി പറയാൻ കഴിയണം. കാരണം അവരുടെ ആ ഫീലിംഗ് കൊണ്ടായിരിക്കും അവർ നടക്കുന്നുണ്ടാവുക. അതിന് ചിലപ്പോൾ അവരുടെ മനസ്സിൽ ഭയങ്കര ദേഷ്യമായിട്ടുണ്ടായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ സാഡായിട്ടായിരിക്കും അവർ ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിനെന്ത് ചെയ്യണം, അത് നമ്മൾ ആ മൈൻഡിൽ നിന്ന് നമ്മളുടെ ഒരു സോറിയോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു നല്ല വാക്കുകൊണ്ട് അത് തുടച്ചു മാറ്റണം. അതല്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ കിടക്കും. പിന്നെ അടുത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ വീണ്ടും അത് അവിടെ കയറും. ചിലപ്പോൾ അവരെന്ത് ചെയ്യില്ല, അവർക്ക് അതായത് അവർ സ്ട്രോങ് ആയിക്കൊള്ളണമെന്നില്ല. സ്ട്രോങ് അല്ലാത്ത ഒരാളോട് നമ്മൾ തുടർച്ചയായിട്ട് ദേഷ്യപ്പെടുകയോ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവർ വളരെയധികം സാഡിലേക്ക് പോകും, അല്ലെങ്കിൽ അവർ വരുന്നത് പിന്നെ നമ്മളോടൊരു പ്രത്യേക ആയിട്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും നമ്മളെടുത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളുടെ ഫീലിങ്ങിനെ ചെറിയ രീതിയിൽ അവരുടെ ഒരു ഫീലിംഗിന്റെ ഭാഗമാവാം. മീൻസ് അവരുടെ സാഡ്നെസ്സിനോ ആങ്കറിനോ നമ്മൾ ഭാഗമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം, സോറി പറഞ്ഞ് അതൊന്ന് ആശ്വസിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അതായത് ചെറിയ വലിയ മിസ്റ്റേക്കുകൾ ചെയ്തിട്ടല്ല, വലിയ മിസ്റ്റേക്കുകൾ വലിയ മുറിവുകൾ ഉണ്ടാക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ നമ്മൾ എപ്പോഴും ആ സോറി പറഞ്ഞ് ആ മൈൻഡിനെ നമ്മളൊന്ന് ക്ലിയർ ആക്കാൻ ശ്രദ്ധിച്ചിരിക്കണം എപ്പോഴും. കാരണം കൂടെ അതിന്റെ മുകളിലേക്ക് നമ്മൾ ഒരിക്കലും കൊടുത്തു പോകരുത്. പിന്നെ അതായത് മറ്റേ ആളെ ക്ലിയർ ആക്കാൻ അവരുടെ ഫീലിങ്സ് നമ്മൾ എന്തായാലും മനസ്സിലാക്കിയിരിക്കണം.
ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുന്ന ആൾക്കൊരു മുറിവായി, ആ മുറിവാവുന്ന ആ ഒരു സിറ്റുവേഷൻ, ആ മുറിവ് നമ്മൾക്കും കൂടെ വന്നു എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് എല്ലാ മുറിവിന്റെ ആൾക്ക് മുറിവായാലും അതിന്റെ വേദന നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. അപ്പൊ നമുക്ക് പെർഫെക്റ്റ് എമ്പതറ്റിക് ആയിട്ടുള്ള ഒരാളാണ് നമ്മൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ സോഷ്യൽ സ്കില്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം. നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ തന്നെ ഡെവലപ്പ് ആവും. കാരണം നമുക്ക് എല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അവരുമായിട്ട് നമുക്ക് ആ ഒരു ബന്ധങ്ങളൊന്നും കട്ട് ചെയ്യാൻ നമ്മൾ ഇഷ്ടപ്പെടില്ല. അപ്പൊ നമ്മൾ ഒന്നും കൂടെ ഹാപ്പി ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കും, അവരെ റെസ്പെക്ട് ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ഞാനാണ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംസാരം ഉണ്ടല്ലോ, അത് മറ്റുള്ള അവരതേപോലെ തന്നെ നമ്മളും എന്ത് ചെയ്യണം, അവര് പറയുന്ന കാര്യങ്ങളും കേൾക്കാൻ, അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ. കാരണം നമ്മൾ എപ്പോഴും എന്ത് കാര്യങ്ങളും അല്ലെങ്കിൽ അവര് നമ്മളെ കേൾക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുമ്പോഴാണ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ അതുപോലെ തിരിച്ച് നമ്മൾ മറ്റുള്ളവർക്കും എന്ത് ചെയ്തിരിക്കണം, കേൾക്കാൻ, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ, ലിസണിങ്ങിന് നമ്മൾ അവസരം കൊടുത്തിരിക്കണം. കാരണം അവരൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒട്ടും സീരിയസ് ആയിട്ടില്ലാത്ത കാര്യമായിരിക്കും, പക്ഷെ അത് അവരുടെ മൈൻഡിനൊരു ഫ്രീ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളോട് പറയാം. അപ്പൊ നമ്മളത് അവരെങ്ങനെയാണോ അത് പറയുന്നത് ആ ഒരു ഫീലിങ്ങിൽ തന്നെ നമ്മളത് കേൾക്കുക, ശ്രമിക്കുക. പിന്നെ അവരെ വളരെ അതായത് അവരെ നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിട്ട് തന്നെ നമ്മൾ ലിസൺ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അവരെ വാക്കുകൾ, പലപ്പോഴും പല വാക്കുകളും നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടാവും, പക്ഷെ അത്തരം വാക്കുകളൊക്കെ പിന്നെ നമ്മൾ തിരിച്ചിട്ടുണ്ടെങ്കിൽ പോലും റെസ്പെക്ട് നമ്മൾ അവർക്കും കൂടെ കൊടുക്കുക. എന്നെ പോലെ തന്നെയാണ് അവരും എന്ന് എപ്പോഴും ചിന്തിക്കുക. അപ്പൊ നമുക്ക് ഡെവലപ്പ് ആവുന്നത് ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു അവയർനെസ്, ഇപ്പൊ എനിക്ക് ദേഷ്യം വരുന്നു, ഏതൊക്കെ വാക്കുകൾ പറയുമ്പോൾ എനിക്ക് ദേഷ്യം, ഏതൊക്കെ സിറ്റുവേഷൻ എനിക്ക് ദേഷ്യം വരുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷനിൽ ഞാൻ സാഡ് ആവുന്നു, എനിക്ക് കോൺഫിഡൻസ് ഇല്ല, ഇത് നമ്മൾ തന്നെ നമ്മളുടെ ആ ഒരു അവയർനെസ് ഉണ്ടാവുക, അതിനനുസരിച്ച് നമ്മൾ കൺട്രോൾ ചെയ്യാം. ഏതൊരു സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഒരു EQ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. EQ ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം നമ്മളെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഫീലിങ്സിനെ കുറിച്ച് നമുക്കൊരു അവയർനെസ് ഉണ്ടാകണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ബ്രീത്ത് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നടന്നു പോവുക, ദൂരെ എവിടെയെങ്കിലൊക്കെ പോവുക. ആ ഒരു സിറ്റുവേഷൻ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരുന്ന സിറ്റുവേഷൻ അവിടുന്ന് മാറിപ്പോയി എന്തെങ്കിലും മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുക. അതുപോലെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യം കൗണ്ടിങ്. നമ്മുടെ മൈൻഡിൽ നമുക്ക് ഇത് കൗണ്ട് ചെയ്യാം. പിന്നെ ഉറച്ചത്തിൽ നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 2 എണ്ണിക്കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് ഉള്ള ആളും ഓൾറെഡി കൂളാവും. അപ്പൊ നമുക്കതാണ് ആ വ്യക്തിക്കും നമ്മൾ ആ ബ്രീത്ത് എടുക്കുന്ന സമയത്ത് അവരും കൂളാവും, നമ്മളും കൂളാവും. അപ്പൊ മാക്സിമം നമ്മളുടെ ആ ഒരു ഫീലിങ്സ് നമ്മൾ തിരിച്ചറിയാൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ EQ ആണെങ്കിലും ശരി, നമ്മൾ ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോൾ EQ കുറഞ്ഞു പോകും പല സിറ്റുവേഷനിൽ. കാരണം അപ്പൊ ഇപ്പോഴേ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സന്തോഷിക്കാൻ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ ചെറിയ കുട്ടികൾ കണ്ടില്ലേ, ഒരു കളിപ്പാട്ടം കിട്ടിയാൽ പോലും അവരുടെ സന്തോഷം. അതുപോലെ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിലും നമ്മൾ സന്തോഷിക്കാനുള്ള ഒരു മൈൻഡ് നമുക്ക് കൊണ്ടുവരണം. അതുപോലെ ഇതിൽ നമ്മുടെ ആ ഒരു പേഴ്സണൽ വികാരം എന്താണ് നമുക്ക് അപ്പൊ തോന്നുന്ന ഫീലിങ്സ്, അത് ഐഡന്റിഫൈ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കണം. കാരണം അപ്പോഴാണ് നമ്മൾ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടിരിക്കുക. അപ്പൊ നമ്മള് ജസ്റ്റ് EQ ഇന്ന് എല്ലാവരും മാക്സിമം നമ്മുടെ EQ പിന്നെ EI ഒക്കെ നമുക്ക് മാക്സിമം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കട്ടെ. കാരണം നമ്മുടെ ആ ഒരു സെൽഫ് കൺട്രോളും സെൽഫ് അവയർനെസ്സും എല്ലാവർക്കും എടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. EIയെ കുറിച്ച് നല്ല വിശദമായിട്ട് നമുക്ക് ക്ലാസ് എടുത്തു തന്നു. അതിനെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം, എങ്ങനെ നമുക്ക്, അതായത് നമ്മുടെ ലൈഫിൽ എങ്ങനെ അതൊരു പരിശീലനത്തിൽ കൂടി കൊണ്ടുവരാം എന്നതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് മാം ഇതിൽ നമുക്ക് പറഞ്ഞു തന്നു. ഇപ്പൊ ഇനി നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാമിനോട് ചോദിക്കാം. ടൈമാണ്, ചോദിച്ചോളൂ. ഓക്കെ, ഹലോ ഹലോ, ഹലോ പറഞ്ഞോ. ഫീഡ്ബാക്ക് മാഡം. പറഞ്ഞോളൂ. മാഡം, ഇന്നത്തെ ക്ലാസ്സിൽ കുറെ കാര്യങ്ങൾ മനസ്സിലായി. എനിക്ക് നേരത്തെയൊക്കെ പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു. അപ്പൊ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അപ്പൊ തന്നെ പ്രതികരിക്കുമായിരുന്നു. സങ്കടം വരും, അപ്പൊ ഉടനെ തന്നെ
പെട്ടെന്ന് കരയുമായിരുന്നു. എല്ലാ കാര്യങ്ങളും അപ്പൊ ഈ പറയും പോലെ എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞൂടായിരുന്നു. ഇപ്പൊ ഈ ക്ലാസ്സിൽ ഇതിലെയല്ല, ഇതിപ്പോ വന്നതിന് ശേഷം കുറെയൊക്കെ അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ഇത് വരുമ്പോഴത്തേക്കും ഡീപ്പായിട്ട് വിളിച്ചെടുക്കുക, പിന്നെ അല്ലെങ്കിൽ നമ്മൾ കൗണ്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറെ ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ളതുകൊണ്ട് അറിയാന്നുള്ളതുകൊണ്ട് ഇപ്പൊ എനിക്കറിയാം വരുമ്പം എനിക്ക് വരണ ദേഷ്യം എങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. മുഴുവനായിട്ടല്ല, ഒരു പരിധി വരെ കുറെയൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന്. ചില സമയങ്ങളിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്ത സമയത്താണെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കും. അതൊരു നല്ല ഓപ്ഷൻ അല്ലേ, മിണ്ടാതിരിക്കുന്നത് അല്ലേ മാഡം? സയൻസ് നമ്മൾ ഇപ്പൊ ഞാൻ മിണ്ടാതിരിക്കും. ഞാൻ സംസാരിച്ചാൽ ചിലപ്പോ അത് കയ്യിൽ നിന്ന് പോകും എന്ന് കരുതി മിണ്ടാതിരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇപ്പോ ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ സാധാരണ വെച്ചാൽ കണ്ണാടിയിലൊന്നും നോക്കാറില്ല, സ്വയം സുന്ദരിയാണെന്നും പറയാറൊന്നുമില്ല, അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇപ്പൊ ഇതിൽ പറഞ്ഞ വേറെ കുറെ കാര്യങ്ങളിലൂടെ അത് മനസ്സിലായി. ഇന്നിപ്പോ കുറെ കൂടെ കാര്യങ്ങൾ മാഡം പറഞ്ഞു തന്നപ്പോ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി. അതുകൊണ്ട് നല്ലതായിരുന്നു, നല്ല ക്ലാസ്സായിരുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. അടുത്ത ആള് പറഞ്ഞോളൂ. ഓക്കെ മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. നിത്യജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വികാരങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ മാനേജ് ചെയ്യേണ്ടതെന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള ടിപ്സ് ആണെങ്കിൽ പോലും അവ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സിമ്പിൾ ആകൂ എന്നുള്ള കാര്യം മനസ്സിലായി. എങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യണം എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, താങ്ക് യു മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. ചെയ്യാലോ അല്ലേ? പറഞ്ഞോളൂ സർ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ മിസ്റ്റർ. നല്ല ടോപ്പിക് ആയിരുന്നു. കാരണം നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് സാധാരണ നമ്മള് നേരത്തെ പറയുന്ന പോലെ തന്നെ കഴിയുന്നത് അത് നമ്മളത് അവിടെ നിന്ന് മാറി നിൽക്കുകയായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ പുതിയ ടിപ്സ് മനസ്സിലായി. നമ്മുടെ കൗണ്ടിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ബ്രീത്തിന്റെ കാര്യം, അത് പുതിയൊരു അറിവാണ്. നന്നായിട്ടുണ്ട്. നല്ല ക്ലാസ് ടോപ്പിക് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു മാം, വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാൻ അങ്ങനെ ഓർക്കായിരുന്നു. ഇന്നിപ്പോ ജയിലിൽ കഴിയുന്ന അധിക ആളുകളും ചിലപ്പോൾ ക്രിമിനൽസ് ആയിരിക്കണം എന്നില്ല. ഈ ദേഷ്യം കൊണ്ട് അകത്ത് പോയ ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടിട്ടും അതുപോലെ പ്രകോപനങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാത്ത പല ആളുകളും അപ്പോഴത്തെ ഒരു ദേഷ്യം കൊണ്ട് ചെയ്തു പോയി പിന്നെ പശ്ചാത്തപിച്ചിട്ട് ഇപ്പം ജയിലിൽ ഇറക്കുന്നില്ല. അപ്പം ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത ലൈഫിൽ നല്ല റിസൾട്ട് കിട്ടുമെന്ന് മനസ്സിലായി. നല്ല ക്ലാസ് ആയിരുന്നു. വളരെ ഒഴുക്കോട് കൂടി നല്ലൊരു എക്സാമ്പിളോട് കൂടി പറഞ്ഞു. അതിന് താങ്ക് യു. താങ്ക് യു സർ. ഷീജ മാം. താങ്ക് യു മാം. നമ്മുടെ EQ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് നല്ല രീതിയിൽ പറഞ്ഞു തന്നു. താങ്ക് യു മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഉണ്ണികൃഷ്ണൻ സർ. ഗുഡ് മോർണിംഗ് ടു ഓൾ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇമോഷൻസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, ഏത് സാഹചര്യങ്ങളെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളത് വളരെ വ്യക്തമാക്കി പറഞ്ഞു തന്നതിന് താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ദിവ്യ. ഷൈനി. കേൾക്കുന്നുണ്ടോ മാം? കേൾക്കുന്നുണ്ട്. മാജിക് മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ മെഡിറ്റേഷൻ ചെയ്താലും ചില സാഹചര്യങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മുടെ ഒരു വികാരങ്ങളൊക്കെ വന്നു പോകും. പക്ഷെ ഒരുപാട് ടിപ്സും കാര്യങ്ങളും ആയിട്ട് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തന്നു മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. പെട്ടെന്ന് നമുക്ക് മാറാൻ പറ്റില്ല. നമ്മള് ഓരോ സ്റ്റെപ്പ് എടുത്തിട്ടേ നമുക്കത് മാറാൻ പറ്റും. അതെ, നല്ലൊരു ക്ലാസ് ആയിരുന്നു.
അജുബ രാജ്. മൻസാർ പറഞ്ഞോളൂ മൻസാർ. ഗുഡ് മോർണിംഗ് മാം. നല്ലൊരു സെഷൻ ആയിരുന്നു. നല്ല നമുക്ക് ആദ്യം വേണ്ടത് സെൽഫ് അവയർനെസ് തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് അല്ലെങ്കിൽ സങ്കടം വരുന്നുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നീട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പ്രാവശ്യം അത് കൺട്രോൾ ആയി കഴിഞ്ഞാൽ വീണ്ടും പല അവസരങ്ങൾ വരുമ്പോൾ നമുക്കത് കൂടുതൽ ഒന്ന് കൺട്രോൾ ചെയ്യാൻ. മാം പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് അതിൽ സന്തോഷം കണ്ടെത്താനും അതിൽ ഒരു സംതൃപ്തി വന്നു കഴിഞ്ഞിട്ടുണ്ടെച്ചാല് എനിക്ക് ഇങ്ങനെ എപ്പോഴൊക്കെയാണ് ദേഷ്യം വരിക, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആദ്യത്തെ കാര്യം. അതുപോലെ തന്നെ എമ്പതിന്റെ കാര്യം മാം പറഞ്ഞു. മറ്റുള്ളവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യാനും അവർ പറഞ്ഞത് കുറച്ചു നേരം കേൾക്കാനുള്ള ഒരു സന്മനസ് കാണിക്കാനും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് ഇതിന്ന് ഒരു റിലീഫ് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും മനുഷ്യരാണ്, പല വികാരങ്ങളും വരും, സന്തോഷവും സങ്കടവും എല്ലാം വരുന്നുണ്ടാവും. പക്ഷെ അതിനനുസരിച്ചിട്ട് അമിതമാകുമ്പോഴാണ് നമ്മളത് ഇതാക്കുക. അത് പിന്നെ ഒരു ഡിസ്റ്റർബ്ഡ് ആയി പോകും ലൈഫിൽ. ആ സംഗതി വരുമ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്തുണ്ടെച്ചാൽ നമ്മൾ മിതമായ രീതിയിൽ ഒരു നല്ല സന്തോഷത്തോട് കൂടിയിട്ട് പോകാൻ പറ്റും. ചിലത് കൂടുതൽ സമയം കൊണ്ട് നടക്കുന്നത്, അതാണ് ഒരു പ്രശ്നം. ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ 5 മിനിറ്റ് 10 മിനിറ്റിൽ വരേണ്ട കാര്യം അത് നീട്ടി വലിച്ചൊരു ഒരു ദിവസം 2 ദിവസം ഒരാഴ്ചയൊക്കെ അങ്ങനെ പോയിട്ട് വെറുതെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ഇതിലുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാനും മാം പറഞ്ഞ പോലെ അന്നേരം ഈ ഡീപ്പ് ബ്രീത്ത് നല്ല കാര്യമാണ്. അദ്ദേഹം പെട്ടെന്ന് ആ പ്രത്യേക സ്ഥലത്ത് നിന്നിട്ട് കുറച്ചു നേരം ഒന്ന് മാറി നിന്നിട്ട് വരിക എന്നൊന്ന് റിലീഫ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ പൂക്കൾ അല്ലെങ്കിൽ ഗാർഡൻ പ്രകൃതിയിൽ ഒന്നിച്ച് ചേരുന്ന സമയത്തോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളടുത്ത് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മൾ ഒന്നൊന്ന് ഫ്രഷ് ആവും, ഒരു ചെറിയ റിലീഫ് കിട്ടും. അതുപോലെ തന്നെയാണ് മ്യൂസിക്കിന്റെ കാര്യം. പാട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒന്ന് കുറച്ചും കൂടി ഒന്ന് ഇതാവും. അപ്പോൾ നമ്മളെ ശ്രദ്ധ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് തിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ അതിലേക്ക് മാറുക. ഇപ്പൊ ഈ പെട്ടെന്നുള്ള സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ മോചനം കിട്ടണം നമ്മൾ സ്വയം ഒന്ന് തിരിച്ചറിയാൻ, സ്വയം മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ കണ്ണാടിയിൽ നോക്കിയാൽ പറയാണ് അത് ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറയുന്ന ഒരു സെൽഫ് ടോക്ക് നന്നായിട്ട് നമുക്ക് ഒരു ഇതായിട്ട് വരുന്നുണ്ട്. അപ്പൊ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളൊന്ന് കൺട്രോൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ഇതിലേക്ക് പോകുന്നുള്ളതാണ്. അപ്പൊ ഈ ക്ലാസ് വളരെ മനോഹരമായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. നമുക്കെല്ലാം യൂസ്ഫുൾ ആയിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ. ഇനി ആരെയോ? വിൻസെന്റ് സാർ. ഫീഡ്ബാക്ക് അറിയിക്കേണ്ടവർ പെട്ടെന്ന് അറിയിച്ചോളൂ. എന്നാ പിന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്തേക്കാം. മാം അതുപോലെ തന്നെ ക്ലിനിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മാം? അങ്ങനെ നിലമ്പൂരുണ്ട്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ മാമിനോട്? ക്ലിനിക്കയുടെ നിലമ്പൂറാ? നിലമ്പൂർ. ഓക്കെ. ഒന്ന് വരണമെന്നുണ്ട് അവിടെ. നമ്പർ വാങ്ങിച്ചാൽ മതി, എന്നെ വിളിച്ചാൽ. ഓക്കെ, അപ്പൊ ബൈ. ഓക്കെ, നമുക്കിനി വൈൻഡപ്പ് ചെയ്തേക്കാം മാം. ഓക്കെ. ഓക്കെ. സ്വന്തം വികാരങ്ങളും മറ്റുള്ളവരുടെ വികാരങ്ങളും തിരിച്ചറിഞ്ഞ് അവയെ നിയന്ത്രിക്കാനുള്ള ശേഷിയാണ് നമ്മൾ EI എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ ഇതെങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ മാം പറഞ്ഞു. സെൽഫ് അവയർനെസ്, സ്വയം അറിയുക, സ്വയം നിയന്ത്രിക്കുക, നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക, മറ്റുള്ളവരെ മനസ്സിലാക്കിയിട്ട് നല്ല നല്ല ബന്ധങ്ങളൊക്കെ നിലനിർത്തുക. ഇതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു കഴിവല്ല, മറിച്ച് പരിശീലനം കൊണ്ട് നമുക്കിത് നേടിയെടുക്കാവുന്നതാണ്. അതായത് നമ്മുടെ ലൈഫിൽ വിജയിക്കാൻ EQ അത്യാവശ്യമാണ്.
EIയെ കുറിച്ച് നല്ലൊരറിവ് ഈ സെഷനിലൂടെ നമുക്ക് നൽകിയ പ്രീത മാമിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു പ്രീത മാം. താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് താങ്ക് യു യു. മാം. Thank you, Preeta ma'am. താങ്ക് യു. Thank you. Thank you. Thank you, ma'am. Thank you, Preeta ma'am. Thank you all. ഓ താങ്ക് യു.